നിസ്വാർത്ഥതയുടെ പ്രതിഫലം. യമുനാ തീരത്തെ പുണ്യഭൂമിയായ വൃന്ദാവനത്തിൽ സുഖിയ എന്നൊരു പാവപ്പെട്ട പഴക്കച്ചവടക്കാരി ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിട്ടും അവളുടെ കുട്ടയിലെ പഴങ്ങൾ ഒന്നുപോലും വിറ്റഴിഞ്ഞിരുന്നില്ല. ഇതെല്ലാം നമ്മുടെ കുഞ്ഞിക്കണ്ണൻ കളിക്കുന്നതിനിടയിൽ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവളെ സഹായിക്കാൻ തീരുമാനിച്ചു. തന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ ആ കുഞ്ഞിക്കണ്ണൻ തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കുഞ്ഞിക്കൈകളിൽ വാരിയെടുക്കാൻ പറ്റുന്നത്ര ധാന്യങ്ങൾ എടുത്ത് തിടുക്കത്തിൽ തിരികെ ഓടി. എന്നാൽ ആ ഓട്ടത്തിനിടയിൽ തന്റെ കുഞ്ഞിക്കൈകളിലെ ധാന്യങ്ങൾ പലതും വീണുപോയിരുന്നു. തന്റെ ഈ അവസ്ഥയിലും സഹായിക്കാൻ ശ്രമിച്ച കണ്ണന്റെ ഓമനമുഖം കണ്ടപ്പോൾ സുഖിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആ കുഞ്ഞിക്കൈകൾ നിറയെ ഏറ്റവും മധുരമുള്ള പഴങ്ങൾ വെച്ചു കൊടുത്തു. സന്തോഷത്തിൽ മതിമറന്ന കണ്ണൻ ചിരിച്ചുകൊണ്ട് ഓടിമറഞ്ഞു. അന്നത്തെ കച്ചവടത്തിന് ശേഷം വീട്ടിലെത്തിയ സുഖിയ തന്റെ കൊട്ടയിലേക്ക് നോക്കിയപ്പോൾ അമ്പരന്നു പോയി. കണ്ണൻ നൽകിയ ധാന്യങ്ങളെല്ലാം രത്നവും സ്വർണവുമായി മാറിയിരിക്കുന്നു. തന്റെ നിസ്വാർത്ഥതയ്ക്ക് ദൈവം നൽകിയ അമൂല്യമായ പ്രതിഫലമായിരുന്നു അത്.